ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡാസ് ക്രിപ്റ്റോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് എന്താണ് സോഫ്റ്റ്വെയർ വാലറ്റ്, എന്താണ് ഹാർഡ്വെയർ വാലറ്റ്, നമ്മുടെ ക്രിപ്റ്റോ കറൻസി ഏറ്റവും സേഫായിട്ട് എവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളാണ്. അപ്പോൾ ഞാനൊരു ഹാർഡ്വെയർ വാലറ്റ് വാങ്ങിയിട്ടുണ്ട്, സേഫ് പാലിൻ്റെ S1 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിട്ടാണ് ഞാൻ വാങ്ങിയെന്ന് തോന്നുന്നു. വെള്ളിയാഴ്ച അല്ല, വ്യാഴാഴ്ചയായിട്ട് വാങ്ങി, വെള്ളിയാഴ്ച ഡെലിവർ ആയി. ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. സേഫ് പാലിൻ്റെ ട്വീറ്റ് വ്യാഴാഴ്ച വന്നിരുന്നു, ആമസോൺ ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടപാടെ ഞാൻ ഓർഡർ ചെയ്തു. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു, സാധനം ഓർഡർ ആക്കി, വേണ്ടവർക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സോഫ്റ്റ്വെയർ വാലറ്റ്, ഹാർഡ്വെയർ വാലറ്റ് എന്താണെന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാം. അതുകൂടാതെ ഇതിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രം ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെ കോൺഫിഗർ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസിനെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ രണ്ടാമത് ഞാൻ ചെയ്യുന്നതാണ്, പാർട്ട് 2 ആയിട്ട്. ഇത് ഒറ്റ വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് വല്ലാണ്ട് കൂടിപ്പോവും. അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ട് നമ്മുടെ ക്രിപ്റ്റോ കറൻസി സ്റ്റോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റും എല്ലാം കൊണ്ടും സെക്യൂറും ഹാർഡ്വെയർ വാലറ്റ്സ് തന്നെയാണ്. അതിലൊരു തർക്കമില്ല. ഹാർഡ്വെയർ വാലറ്റ് അല്ലെങ്കിൽ കോൾഡ് വാലറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഫിസിക്കലായിട്ട് എക്സിസ്റ്റൻസ് ഉള്ള ഒരു വാലറ്റാണ്. നമ്മുടെ പേഴ്സ് പോലെ തന്നെയാണിത്. സോഫ്റ്റ്വെയർ വാലറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ഉണ്ട്, മെറ്റാമാസ്ക് ഉണ്ട്. അത് നമുക്ക് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ആക്സസ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ വാലറ്റ്സിനെ ഹോട്ട് വാലറ്റ്സ് എന്നും പറയും. പിന്നെ ഉള്ളത് നമ്മുടെ എക്സ്ചേഞ്ച് വാലറ്റ്സ് ആണ്. എക്സ്ചേഞ്ച് വാലറ്റ്സും ഹോട്ട് വാലറ്റ്സ് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ ലോങ് ടേം ആയിട്ടാണ് അല്ലെങ്കിൽ വലിയ എമൗണ്ട്സിൽ ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല എക്സ്ചേഞ്ചസിൽ ഹോൾഡ് ചെയ്യാനായിട്ട്. ഒന്നല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വാലറ്റ്, അല്ലെങ്കിൽ പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇതേപോലത്തെ ഒരു ഹാർഡ്വെയർ വാലറ്റ് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ എക്സ്ചേഞ്ച് വാലറ്റിൽ എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഓൾറെഡി കണ്ടതാണ്. വോൾഡ് പൂട്ടിപ്പോയി, ഹോട്ട് ബിറ്റിൽ ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്, വിഡ്രോവലും ട്രേഡിംഗ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ എക്സ്ചേഞ്ച് ലീസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് റെക്കമെൻഡ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ വാലറ്റ് ആണ്, അതായത് ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക് പോലത്തെ. പിന്നെ ഏറ്റവും സേഫസ്റ്റും സെക്യൂർഡും ഹാർഡ്വെയർ വാലറ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത് എത്തേറിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് ആണ്. ഇതൊരു നേറ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ആണ്, Web3 ബേസ്ഡ് പ്രൊജക്ട്സിന് വേണ്ടിയിട്ടുള്ളത്. ഇത് കറൻ്റ് ഇപ്പോൾ എത്തേറിയം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ കൂടുതലും ഗെയിംസ്, DeFi, Web3 സർവീസസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതാണ്. ഇവർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ വെബ് ബ്രൗസർ പ്ലഗിനും അവൈലബിൾ ആണ്. ഇപ്പോൾ കറൻ്റ് എത്തേറിയം ബ്ലോക്ക് ചെയിൻ്റെ മുകളിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ആപ്സുമായിട്ട് ഓൾറെഡി ഇവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ ഓൾറെഡി ഇവർ ലിസ്റ്റഡും ആണ്. എത്രയും പുഷ് നോട്ടിഫിക്കേഷൻ സർവീസിൻ്റെ ടിക്കർ എന്ന് പറയുന്നത് പുഷ് എന്നാണ്. ഇപ്പോൾ കറൻ്റ് 30 സെൻസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കും അതേപോലെ തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഈ പേജിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആദ്യം എന്താണ് ഹാർഡ്വെയർ വാലറ്റും സോഫ്റ്റ്വെയർ വാലറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേക്കാം. ഞാൻ ഇത്ര നേരം ക്യാമറ കൈ പിടിച്ചാണ് ഷൂട്ട് ചെയ്തത്. കൈ ഒരു വേദനിച്ച് തുടങ്ങി. അപ്പോഴാണ് ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് മാറിയത്. വ്ളോഗേഴ്സിനൊക്കെ സമ്മതിക്കണം കുറേ നേരത്തേക്ക് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കണേന്. അപ്പോൾ സേഫ് പാലിന് ഇപ്പോൾ കറൻ്റ് ഹാർഡ്വെയർ വാലറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ആപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ബ്രൗസർ എക്സ്റ്റൻഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി ഞാൻ മൊബൈലിൽ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പ്ലഗിൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെറ്റാമാസ്ക് സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിന് വലിയ യൂസ് കേസ് ഇല്ല. പിന്നെ ഇപ്പോൾ കറൻ്റ് ആമസോണിൽ ഹാർഡ്വെയർ വാലറ്റ് വന്നപ്പോൾ അത് ഞാൻ വാങ്ങി. ഇപ്പോൾ ഈ ഒരു ഹാർഡ്വെയർ വാലറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർക്ക് വാങ്ങാം. അപ്പോൾ സേഫ് പാലിൻ്റെ ഹാർഡ്വെയർ വാലറ്റും സോഫ്റ്റ്വെയർ വാലറ്റും തമ്മിലുള്ള ഡിഫറൻസസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് കീ സ്റ്റോറേജ് ചെയ്യുന്നത് ഇവരുടെ തന്നെ ചിപ്സെറ്റിലാണ് ഹാർഡ്വെയർ വാലറ്റിൽ. സേഫ് പാലിലാണെങ്കിൽ സേഫ് പാലിൻ്റെ സോഫ്റ്റ്വെയർ വാലറ്റാണെങ്കിൽ മൊബൈലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പോ സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ വാലറ്റ് ടൈപ്പ് ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്. രണ്ടും എക്സ്ചേഞ്ചസിലാണ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റ് ഉള്ളത്. അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അവർക്ക് അവരുടെ കയ്യിലാണ് പ്രൈവറ്റ് കീ ഇതൊക്കെ. പക്ഷേ ഇവിടെ എല്ലാം നമ്മുടെ കയ്യിലാണ്. നമുക്ക് ഈ വാലറ്റ് കൺട്രോൾ ചെയ്യാൻ നമ്മളാണ് ഓൺ ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഹാർഡ്വെയർ ഡിവൈസ് അവൈലബിൾ ആണ് ഹാർഡ്വെയർ വാലറ്റിന്. ഇതിന് സോഫ്റ്റ്വെയർ ആണ്. മാനേജ്മെൻറ്റ് ടൂള് സേഫ് പാൽ ആപ്പ് വഴിയാണ് രണ്ടും കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഹാർഡ്വെയർ വാലറ്റിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ വാലറ്റ് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വാലറ്റ് ആക്സസ് ചെയ്യാൻ പറ്റൂ സേഫ് പാലിലൂടെ. ഇമ്പോർട്ട് മെത്തേഡ് ഫ്രേസ് ആണ്. 12 അക്കം, 18 അക്കം, 24 അക്കം ഫ്രേസ് ആണ്. സോഫ്റ്റ്വെയർ വാലറ്റിലാണെങ്കിൽ പ്രൈവറ്റ് കീ ഉണ്ട്, ഫ്രേസ് ഉണ്ട്, കീ സ്റ്റോറും ഉണ്ട്. സപ്പോർട്ട് കറൻസി നോക്കുകയാണെങ്കിൽ രണ്ടിലും സെയിം ആണ്. 19 കോയിൻസും 10,000 മേലെ ടോക്കൺസും ഉണ്ട്. ഫാസ്റ്റ് ഫ്രേസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടിലും. അപ്പോൾ ഇതൊക്കെ ഏകദേശം എല്ലാ സോഫ്റ്റ്വെയർ അതേപോലെ തന്നെ ഹാർഡ്വെയർ വാലറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇതിൽ കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള വാലറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻ്റർനെറ്റായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാലറ്റും ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടോ നമ്മുടെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മുടെ സോഫ്റ്റ്വെയർ വാലറ്റ് ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതല്ല ഹാർഡ്വെയർ വാലറ്റിൻ്റെ കേസ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഹാർഡ്വെയർ വാലറ്റിൽ നമുക്ക് എപ്പോഴൊക്കെയാണ് ട്രാൻസാക്ഷൻ നടത്തേണ്ടത് അപ്പം മാത്രമേ നമ്മൾ ആ ഒരു വാലറ്റ് ആക്സസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ അതെപ്പോഴും ഇൻ്റർനെറ്റിൽ ആക്സസബിൾ അല്ല. അതേപോലെ തന്നെ ഹാർഡ്വെയർ വാലറ്റ് കയ്യിലുണ്ടെങ്കിൽ കൂടി അതിൽ നിന്ന്
ടോക്കൺസ് മറ്റുള്ള ആൾക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്ന് വേണം. പിന്നെ സേഫ്പാൽ വഴി അങ്ങടും ഇങ്ങടും സ്കാൻ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ വൺസ് ഈ ഒരു കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് രണ്ടും സെക്യൂർഡ് തന്നെയാണ്, ഡീസെൻട്രലൈസ്ഡ് ആണ്. പക്ഷേ കുറച്ചുകൂടി വൾണറബിൾ ആണ് സോഫ്റ്റ്വെയർ വാലറ്റ്. കാരണം ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് ഇതിൽ ആ പ്രശ്നമില്ല. ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ഒരു സാധനം, ഇമ്പോർട്ട് മെത്തേഡിനെ ഫ്രേസ്. ഇപ്പോൾ നമ്മുടെ ഹാർഡ്വെയർ വാലറ്റിൻ്റെ ആയാലും സോഫ്റ്റ്വെയർ വാലറ്റിൻ്റെ ആയാലും ഫ്രേസ് നമ്മുടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ വാലറ്റിലുള്ള കാശ് പോയി എന്ന് തന്നെ വിചാരിച്ചാൽ മതി. അതിപ്പോൾ ഹാർഡ്വെയർ വാലറ്റ് ആണെങ്കിലും സോഫ്റ്റ്വെയർ വാലറ്റ് ആണെങ്കിലും സെയിം തന്നെയാണ്. ഇപ്പോൾ പലരും ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഇപ്പോൾ നമ്മുടെ സേഫ്പാലിൻ്റെ ഈ ഒരു വാലറ്റ് അടിച്ചുപോയി കേടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ആ ഒരു 12 അക്കോ 18 അക്കോ 24 അക്കമുള്ള ആ ഫ്രേസ് വെച്ചിട്ട് നമ്മുടെ പുതിയ സേഫ്പാൽ വാലറ്റിലേക്ക് ആ ഒരു ക്രിപ്റ്റോ കറൻസി മുഴുവൻ ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പൈസ ഒരിക്കലും മിസ്സായി പോവില്ല. ആ ഫ്രേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കോൺഫിഗറിൻ്റെ സമയത്ത് ഞാൻ കാണിച്ചുതരാം ഏത് സെക്ഷനിലാണ് വരുന്നത്. അതിൽ എക്സാമ്പിളോടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വാലറ്റ് ടാക്സ് ഇതിലുണ്ട്. ഇതിലും നമുക്ക് കോയിൻസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലും പറ്റും. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ QR കോഡൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ വാലറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യണതൊക്കെ. ഈ ഒരു വാലറ്റ് ഇൻ്റർനെറ്റ് ആയിട്ടുള്ള കണക്ഷനും ഒന്നുമില്ല. വൺസ് മൊബൈലിലേക്ക് ലോഡ് ചെയ്യുമ്പോഴും പിന്നെ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴാണ് ആ കണക്ഷൻ വരുന്നുള്ളൂ. ഞാൻ മൊബൈൽ കൊണ്ടാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ കുറച്ച് ഷേക്കൊക്കെ ഉണ്ടാവും. ഒരു കൈ കൊണ്ട് മൊബൈലും മറ്റേ കൈ കൊണ്ട് ഈ സേഫ്പാൽ വാലറ്റും ഹാൻഡിൽ ചെയ്യുമ്പോൾ ക്ഷമിക്കുക. ഫ്രണ്ടിലുള്ളത് സേഫ്പാൽ എന്ന് കൊടുത്തിട്ടുണ്ട്, S1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഹാർഡ്വെയർ വാലറ്റിൻ്റെ ചെറിയൊരു പടമുണ്ട്. ഓൾവേസ് സെക്യൂർ ആൻഡ് പ്രൊട്ടക്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ. പിന്നെ സ്റ്റേ സേഫ് വിത്ത് സേഫ്പാൽ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ അടിക്കുമ്പോൾ മാത്രമേ ഇത് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിലുള്ളത് MRP കൊടുത്തിട്ടുണ്ട് 9,000 രൂപ, കൺട്രി ഓഫ് ഒറിജിൻ ചൈന, ഹാർഡ്വെയർ വാലറ്റ് S1, ക്വാണ്ടിറ്റി 1, കളർ ബ്ലാക്ക് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 5,499 രൂപയായി. ഞാൻ ആമസോൺ ICICI കാർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ ഞാനിത് ഏതായാലും ഈ സ്റ്റിക്കർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഏതായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്ത പാടെ ഇതാണ് സാധനം. സേഫ്പാലിൻ്റെ വാലറ്റ്. ഒരു ഡിസ്പ്ലേ ഉണ്ട്, സ്വിച്ചസ് ഉണ്ട്, നാവിഗേഷൻ, പിന്നെ ബാക്കിലൊരു ക്യാമറ ഉണ്ട്. തീരെ വെയിറ്റ് ഇല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഗ്ലാസ് ഫിനിഷും ഉണ്ട്, ബാക്കിൽ ഒരു പ്ലാസ്റ്റിക് ഫിനിഷുമാണ്. പിന്നെ ഒരു ചാർജിങ് കേബിളാണ് ടൈപ്പ് C. പിന്നെ അതിൻ്റെ അടിയിൽ ഈ ഒരു ബ്ലാക്ക് ഇത് മാറ്റി കഴിഞ്ഞാൽ ഇത് യൂസേജ് ചെയ്യാനുള്ള ഇതായിരിക്കും. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യാനുള്ളതും, അതായത് സേഫ്പാൽ വാലറ്റ് ഡൗൺലോഡ് ചെയ്യാതും യൂസർ മാനുവലിൻ്റെ ലിങ്കൊക്കെയാണ്, QR കോഡൊക്കെയാണ്. സേഫ്പാലിൻ്റെ നമ്മുടെ റിക്കവറി കീ ഒക്കെ ഇല്ലേ, ഫ്രേസൊക്കെ, അതൊക്കെ എഴുതി വയ്ക്കാനുള്ളൊരു ചീട്ട് തരുന്നുണ്ട്. ഒരെണ്ണമല്ല, 1, 2, 3 ഉണ്ട് കേട്ടോ. അതേപോലത്തെ നമ്മുടെ ഫ്രേസ് ആഡ് ചെയ്ത് വയ്ക്കാനുള്ളത്. പിന്നെ സ്റ്റിക്കർ, ഇത് ക്ലീൻ ചെയ്യാനുള്ള ക്ലോത്തുകൾ. അപ്പോൾ ഈ ഒരു സേഫ്പാലിൻ്റെ വാലറ്റ് നമുക്ക് ഒറിജിനലാണോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇതെങ്ങനെ കോൺഫിഗർ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അത് ചിലപ്പോൾ ഈ വീക്ക് എൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുത്തിയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓണാക്കിയ പാടെ നമ്മുടെ ലാംഗ്വേജ് ആദ്യം ചോദിക്കുന്നുണ്ട്. ഞാനത് ഓക്കെ കൊടുത്തിട്ട് ഇംഗ്ലീഷിന് സെലക്ട് ചെയ്യാണ്. ഡിവൈസ് ഒതൻറ്റിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അതായത് ഡിവൈസ് ഇസ് എ ന്യൂ ഒതൻറ്റിക്, പ്ലീസ് സ്കാൻ ദ കമ്മിങ് QR കോഡ് വിത്ത് യുവർ മൊബൈൽ ഫോൺ. അപ്പോൾ അത് ഒറിജിനൽ ഫോൺ ആണോന്ന് ഒറിജിനൽ ഡിവൈസ് ആണോ എന്ന് മനസ്സിലാക്കാൻ QR കോഡ് റീഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് സ്കാൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനതൊരു മൊബൈൽ ക്യാമറ, ഇപ്പോൾ ഇപ്പുറത്തെ ഒരുവിധം എല്ലാ മൊബൈൽ ക്യാമറയിലും QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും തോന്നുന്നു. ഞാനത് സ്കാൻ ചെയ്യാണ്. ഓക്കെ, QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സേഫ്പാലിൻ്റെ വെരിഫൈ എന്നുള്ള വെബ്സൈറ്റിലേക്ക് അത് റീഡയറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു മൂലയ്ക്ക് കുത്തിയിട്ടാണ്. പ്രസ് ഓക്കെ ഹാർഡ്വെയർ ടു കണ്ടിന്യൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഹാർഡ്വെയർ വാലിൽ നെക്സ്റ്റ് എന്ന് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കോഡ് കാണിക്കുന്നുണ്ട്. ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് എൻ്റർ ചെയ്ത് കൊടുത്തു. ഒതൻറ്റിക്കേറ്റ്. കൺഗ്രാജുലേഷൻസ്, ദ ഡിവൈസ് ഈസ് ആൻ ഒതൻറ്റിക് ഡിവൈസ് ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഓഫ് ഇറ്റ്സ് ഒതൻറ്റിക്കേഷൻ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് വീണ്ടും ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതിലൊരു QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്, മൊബൈലിൽ നിന്നുള്ള QR കോഡ്. ഞാനത് കൊടുക്കുകയാണ്. അതും സ്കാൻ ചെയ്തു. കൺഗ്രാജുലേഷൻ, ദ ഡിവൈസ് ഇസ് സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ്. ആക്ടിവേഷൻ ടൈം ഇന്നത്തെ ഡേറ്റും ടൈമാണ് കൊടുത്തേക്കുന്നത്, 7/9/2022 4:40. ഓക്കെ. അപ്പോൾ ഇനി ബട്ടൻ്റെ ഇല്ലുസ്ട്രേഷനാണ്. എന്തൊക്കെയാണ് ബട്ടൻ്റെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പ്, ഡൗൺ, ലെഫ്റ്റ്, റൈറ്റ്, ബാക്ക്, സബ്മിറ്റ്, ഡിലീറ്റ്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കറൻ്റ് കോൺഫിഗർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഒറിജിനലാണെന്ന് നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഹാർഡ്വെയർ വാലറ്റാണ് ഏറ്റവും സേഫും സെക്യൂർഡും. സെക്കൻഡറി നമ്മുടെ സോഫ്റ്റ്വെയർ വാലറ്റ് ഏറ്റവും ലീസ്റ്റ് റെക്കമെൻഡഡ് ആണ്. എക്സ്ചേഞ്ചസിലും ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ഏറ്റവും ടോപ്പ് എക്സ്ചേഞ്ചസുകൾ മാത്രം.
അപ്പോൾ നിങ്ങൾ വലിയ എമൗണ്ട്സിൽ ക്രിപ്റ്റോ ഓൺ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ലോങ് ടേം ആണ് നിങ്ങളുടെ ആ ഹോൾഡിങ്സിൻ്റെ പ്ലാനെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഹാർഡ്വെയർ വാലറ്റ് വാങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് സോഫ്റ്റ്വെയർ വാലറ്റാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു പ്ലസ് പോയിന്റ് അത് തന്നെയാണ്. ഡേ ടു ഡേ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ വാലറ്റാണ്. ഹാർഡ്വെയർ വാലറ്റ് എപ്പോഴും നമ്മൾ സ്കാൻ ചെയ്യണം, തിരിച്ച് സ്കാൻ ചെയ്യണം, പാസ്വേഡ്സ് എൻ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനും ട്രേഡ്സിനൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു വാലറ്റ്, ഈ സോഫ്റ്റ്വെയർ വാലറ്റാണ്. ഹാർഡ്വെയർ വാലറ്റ് നിങ്ങൾ ലോങ് ടേം ആണ്, ഒരുപാട് ഫണ്ട്സ് അവൈലബിൾ ആണ് എങ്കിൽ സെക്യൂർ ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാർഡ്വെയർ വാലറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഈ ഒരു സേഫ്പാൽ വാലറ്റ് കോൺഫിഗർ ചെയ്യുന്നൊരു പാർട്ട് 2 വീഡിയോ ഇടാം. അത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചിട്ട് ക്ലിയർ ആയിട്ട് വേണമല്ലോ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരാൻ. അപ്പോൾ അതിന് കുറച്ച് ടൈം വേണം. നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ അതിൻ്റെ കോൺഫിഗറേഷൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്നിരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓളെന്ന് നിർബന്ധമായിട്ട് മതിക്കണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.